ദൈവമക്കളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദാരിദ്ര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പിന്നിൽ അവരറിയാതെ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യ കരമുണ്ട്. അത് മറ്റാരുടെയുമല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ കരമാണ്. എന്തെന്നാൽ ദൈവമാണ് അവരെ നടത്തുന്നതെന്ന് അവർ ഒടുവിൽ തിരിച്ചറിയുവാൻ അത് കാരണമാകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ നിറഞ്ഞവരാക്കുന്നതും ഒഴിഞ്ഞവരാക്കുന്നതും സർവശക്തനായ ദൈവമാണ്. അതിന് പിന്നിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് കാണുവാൻ കഴിയണം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമായി നാം എടുത്തിരിക്കുന്നതായ ഒരു ചരിത്ര ഭാഗമുണ്ട് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന്. ബെത്ലഹേം എന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ചെറിയ ഗ്രാമം, യഹൂദ്യ നാടിൽ അതിൻ്റെ പേര് അപ്പത്തിൻ്റെ വീടെന്നാണ്. ആ യഹൂദ്യ നാടുകളിലെല്ലാം അപ്പം വിതരണം ചെയ്യുന്ന അനേകം ഫാക്ടറികൾ, റൊട്ടി ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം അതിനെ അപ്പത്തിൻ്റെ നാടെന്ന് വിളിക്കുന്നത്. ധാരാളം ധനികർ പാർത്തിരുന്നതായ ഒരു ചെറിയ ഗ്രാമമാണ് യഹൂദ. സഹസ്രങ്ങളിൽ വലിയ രീതിയിൽ എണ്ണപ്പെടാതെ പോയ, അല്ലെങ്കിൽ പേര് കേട്ടിട്ടില്ലാത്ത ഒരു സമാധാന ദേശം. അവിടെ ഒരു ദിവസം ഒരു ക്ഷാമമുണ്ടായി, ദാരിദ്ര്യം. ധനികരായ ഒരു മനുഷ്യൻ എലീമേലേക്ക് തൻ്റെ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് സുഖത്തെ അന്വേഷിച്ച് മോവാബ് ദേശത്തേക്ക് പോയി. അവിടെ നിന്ന് ഏതാണ്ട് 85 കിലോമീറ്റർ ദൂരത്തിൽ, വാഹനത്തിലൊക്കെ ആയിരിക്കാം പോയത്, സർവ്വസമ്പത്തുമായിട്ട് താൻ അവിടെ പോയതാണ്. എന്നാൽ പോയപ്പോൾ മുതൽ ദൈവം തന്നെ പിടിച്ചു. കാരണം അപ്പത്തിൻ്റെ നാട്ടിൽ ഒരു ദാരിദ്ര്യമുണ്ടായാൽ അവൻ സുഖത്തെ അന്വേഷിച്ച് പോകേണ്ടതല്ല, അപ്പത്തിൻ്റെ നാട്ടിലെ ദാരിദ്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സർവശക്തന്റെ കരം പുറകെ വരും. ആ മോവാബ് ദേശത്ത് ചെന്ന് താനും തൻ്റെ 2 പുത്രന്മാരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 2 മരുമക്കളും പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ നവോമി, അവർ മാത്രം അവശേഷിച്ചു. അവിടെ നിന്ന് ഒരാൾ വീണ്ടും പോയി. രൂത്തും നവോമിയുമായിട്ട് ബത്ലഹേമിലേക്ക് നടന്ന് ഏതാണ്ട് 85 കിലോമീറ്റർ ജോർദാന്റെ തീരങ്ങളിൽ കൂടെയൊക്കെ, ജോർദാൻ നദിയുടെ തീരം പിടിച്ച് ഷോർട്ട് കട്ടുകളൊക്കെ നോക്കി നടന്ന് അവർ ബത്ലഹേമിലെത്തി. വളരെ ദിവസങ്ങൾ എടുത്തു കാണും യാത്രയ്ക്ക്. കാൽനടയായിട്ടാണ് വരുന്നത്. ഒരു കഴുതപ്പുറത്തോ അല്ലെങ്കിൽ ഒരു കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ കയറി വരുവാൻ അവരുടെ കയ്യിൽ പണമില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങളും എടുത്തുകൊണ്ട്, കയ്യിൽ ഒരു സഞ്ചിയുമേന്തി, കിടക്കപ്പായും എടുത്തുകൊണ്ട് അവർ യാത്ര പുറപ്പെടുകയാണ്. നടന്ന് ബത്ലഹേമിലെത്തി. അവർ വന്നപ്പോൾ പട്ടണം ഇളകി എന്നാണ് വായിക്കുന്നത്. അതിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നവോമി ആ ദേശത്ത് തിരിച്ചു വന്നപ്പോൾ പട്ടണം ഇളകി എന്ന് പറഞ്ഞാൽ, അവൾ പോയപ്പോൾ ദുഃഖിച്ചതായ ഒരു കൂട്ടം ജനങ്ങൾ അവൾ തിരിച്ചു വന്നപ്പോൾ അവളെ നോക്കി പരിഹസിച്ചു കാണും. പട്ടണത്തിന് മുൻപിൽ അവൾ പരിഹാസ്യ വിഷയമായി. പോയപ്പോഴും പരിഹാസം, വന്നപ്പോഴും പരിഹാസം. ഈ 2 പരിഹാസങ്ങളെ എന്തിക്കൊണ്ട് നവോമി പ്രാർത്ഥനയിൽ നിരതരായി. ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക അല്ലെങ്കിൽ ഒളിച്ചോടുക അസാധ്യമെന്ന് അവൾ കരുതി. അവൾ പറയുകയാണ്, ഞാൻ നിറഞ്ഞവളായി പോയി, ഞാൻ ഒഴിഞ്ഞവളായി തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ തുടക്കമിട്ട് കഴിഞ്ഞാൽ നിന്റെ കയ്യിലുള്ളതെല്ലാം ദൈവം നഷ്ടപ്പെടുത്തി കളയും. എന്ന് പറഞ്ഞാൽ നിനക്കുള്ളതിൽ നിന്ന് എനിക്ക് നിന്നെ നടത്തുവാൻ കഴിയുകയില്ല. ഞാൻ തരുന്നത് എൻ്റേതാണ്. അതിന് ചോദ്യമുണ്ടാകും. ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്കുണ്ടാകും. നാം ദൈവത്തോട് കണക്ക് പറയണം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. പക്ഷെങ്കിൽ അത് നമ്മുടേതാകുമ്പോൾ അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിടും. നഷ്ടങ്ങളും വലിയ കഷ്ടങ്ങളും അത് മുഖേന നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അതെല്ലാം ദൈവം തന്നതാണെന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ അത് ദൈവത്തിലേക്ക് തിരികെ കൊടുക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഭരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് സമൃദ്ധിയിൽ നിന്നല്ല, ശൂന്യതയിൽ നിന്നാണ്. ഈ ശൂന്യതയുടെ മുഖത്തെ കണ്ട് മ്ലാനതപ്പെടുന്നവരെ ദൈവത്തിന് അവൻ്റെ കരുത്തിൽ പ്രവർത്തിക്കുവാൻ തക്ക ആയുധങ്ങളായി ദൈവം കാണുന്നില്ല. ഇല്ലായ്മയിൽ നിന്ന് ദൈവം സകലതും സൃഷ്ടിക്കുന്നു എന്ന്
ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഹൃദയങ്ങളോട് മാത്രമേ ദൈവം സമ്പാദിക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നതൊക്കെ ദൈവം തന്നിരിക്കത്തില്ല. അബ്രഹാമിനെ നോക്കൂ. അബ്രഹാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, നിന്റെ ആഗ്രഹത്തെ യഹോവയെ ഫലമേൽപ്പിക്കുക, അവനത് നിർവഹിക്കുമെന്നല്ല. സങ്കീർത്തനത്തിൽ നമുക്ക് ധാരാളം വാക്യം ആശ്വാസത്തിന് വേണ്ടിയും പ്രത്യാശയ്ക്ക് വേണ്ടിയും വിശ്വാസത്തിൻ്റെ വർധനയ്ക്ക് വേണ്ടിയും ഒക്കെ തന്നിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെയുള്ളതായ ഒരു സമർപ്പണ ബോധം വന്നപ്പോൾ അദ്ദേഹത്തിന് 100-ാമത്തെ വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ ഓർപ്പിച്ചു. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സമയം വന്നിട്ടില്ലായകയാൽ അവൻ മൃതപ്രായനായപ്പോൾ, അവൻ്റെ ശരീരത്തിൽ ക്ഷീണിച്ചവനായപ്പോൾ, അവൻ്റെ ഭാര്യയിൽ ബലമൊട്ടുമില്ലാതിരുന്നതായ ഒരു സമയത്ത് ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കഴിവില്ലാത്തതിനെ കഴിവുള്ളതാക്കി മാറ്റുന്ന സർവശക്തന്റെ സ്നേഹം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇല്ലായ്മയിൽ നിന്ന് സകലതും ഉളവാക്കിക്കൊണ്ടുവരുന്നതായ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തിയുടെ മഹാത്മ്യത്തെ കാണുവാൻ തക്കവണ്ണം ഹൃദയത്തിൻ്റെ കണ്ണുകൾ, വിശ്വാസവീരന്മാരുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടണമെന്ന് ദൈവം താല്പര്യപ്പെടുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകലതും ദൈവം എടുത്തു മാറ്റിയിട്ടേ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയുള്ളൂ. ദൈവം സകലതും എടുത്തു മാറ്റുമ്പോൾ നീ ഒരു വിശ്വാസ വീരനാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം അതിനങ്ങേപ്പുറത്ത് നീ കാണും. ഇതിൻ്റെ പിന്നിൽ ഒരു കരമുണ്ട് എന്ന് നീ തിരിച്ചറിയണം. നിന്റെ ദാരിദ്ര്യത്തിൽ നീ മൊവാബിലേക്ക് ഒളിച്ചോടുന്നതല്ല. അവിടെയും നീ ഒളിച്ചോട്ടക്കാരനാണെങ്കിൽ അവിടെയും നിനക്ക് രക്ഷയില്ലാതാകും. നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചിരുന്നാലും ശരി, ദൈവ ഇഷ്ടത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഓടുന്ന ഒരു വ്യക്തിയുടെ ഓട്ടത്തിൻ്റെ പിന്നിൽ ദൈവം വളരെ ശ്രദ്ധയോടെ അത് ശ്രദ്ധ വെച്ച് നിന്നെ തിരികെ കൊണ്ടുവരും. ഇല്ല, നീ പോകട്ടെ എന്ന് വിചാരിച്ച് ദൈവം നിന്നെ കളയുകയില്ല. നവോമിയുടെ ജീവിതത്തിൽ അതാണ് അനുഭവപ്പെട്ടത്. നവോമിക്കുണ്ടായ നഷ്ടങ്ങളുടെ എല്ലാം പിന്നിൽ അവൾ ദൈവത്തിൻ്റെ കരത്തെ ദർശിക്കുകയുണ്ടായി. അവൾ കൂടെ കൂടെ വിട്ടുപോകുന്ന ബേത്ലഹേമിനെ കുറിച്ച് നാട്ടുകാരോട് അന്വേഷിച്ചു. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചുവോ, ദൈവത്തിൻ്റെ കാര്യം അവിടെ വെളിപ്പെട്ടുവോ എന്ന് അവൾ ശ്രദ്ധയോടെ അന്വേഷിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ഒരുപക്ഷെങ്കിൽ നവോമിയുടെ ജീവിതത്തിൽ നിരാശ വന്നിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അപ്പത്തിൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങൾ കഷ്ടത കണ്ടുകൊണ്ട് ഒളിച്ചോടിയതല്ലേ, ഇവിടെ ഇനി മരിക്കാമെന്ന് നവോമി വിചാരിച്ചില്ല. ദൈവത്തിൻ്റെ നാട്ടിൽ പശ്ചാത്താപത്തോടെ ചെല്ലുന്ന ഒരു മടക്കയാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ വരുമെന്ന് നവോമിക്ക് ഏറിയ വിശ്വാസമുണ്ടായിരുന്നു. രൂത്തിനെ ആ വിഷയം പറഞ്ഞ് പഠിപ്പിച്ചു. അങ്ങനെ കൂട്ടായ്മയുടെ ബലത്തിൽ രണ്ടുപേർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ മുതിർന്നപ്പോൾ അവിടെ ഇതാ ദൈവത്തിൻ്റെ കരം അല്പാൽപമായി ഓരോ ദിവസങ്ങളും അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുവാൻ തുടങ്ങി. അവർക്ക് പാർക്കുവാൻ ഇടം കൊടുത്തു, അവർക്ക് സമൃദ്ധിയായ ആഹാരം കൊടുത്തു, അവരെ എത്തേണ്ട സ്ഥാനത്തെത്തി. ബോവസിന്റെ വയലിലേക്ക് രൂത്തിനെ കൊണ്ടുവന്ന് സമൃദ്ധിയുടെ ധാരാളിത്തം ദൈവം അവിടെ കാണിക്കുകയുണ്ടായി. അവിടെയൊക്കെയും രൂത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്തത് അവളുടെ സൗന്ദര്യം കൊണ്ടോ അവളുടെ കഴിവ് കൊണ്ടോ നേടിയതായ സമ്പത്തും ആ സ്ഥാനവും മാനവും എന്ന് അവൾ വിചാരിച്ചില്ല. സർവശക്തനായ ദൈവം ഒരു അന്യദേശക്കാരത്തിയായ എന്നിൽ കാണിച്ച ദയ അവൾ അത് ധ്യാനിക്കുകയുണ്ടായി, ദൈവത്തോട് നന്ദി പറയുകയുണ്ടായി. കാണുന്നിടത്തെല്ലാം അവൾ അതാണ് പറഞ്ഞത്. നവോമിയിൽ ഒരു സാക്ഷ്യം, അയ്യോ ഞാൻ ഈ ദേശത്ത് നിന്ന് നിറഞ്ഞവളായി ഞാൻ ഓടിപ്പോയി, എങ്കിലും ദൈവം എന്നെ ഒഴിഞ്ഞവളായി ഈ ദേശത്ത് കൊണ്ടുവന്നു. എൻ്റെ ജീവിതത്തിൽ അതിനെ ഞാൻ ആദ്യമായി കണ്ടത് കയ്പായിട്ടാണ്. പക്ഷെങ്കിൽ ഈ കയ്പെല്ലാം പിന്നീട് എൻ്റെ ജീവിതത്തിൽ വരുന്ന മാധുര്യമാക്കി തീർക്കേണ്ടതിന് ദൈവം നടത്തിയ വഴികളാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ തിരുവചനത്തെ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ നേരിടുമ്പോൾ അത് ദൈവം നമ്മെ കൈവിട്ടതാണെന്ന് നീ വിചാരിക്കരുത്. പക്ഷെങ്കിൽ നീ മോവാബിലേക്ക് ഓടിപ്പോകുന്നതിൻ്റെ ഒരു കാരണം ദൈവത്തോട് പറയേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ കർത്താവ് യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. അതിൽ ഒരുവൻ തിരികെ വന്ന് കർത്താവിന് മഹത്വം കൊടുത്തു. കർത്താവെ, ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. 9 പേർ സൗഖ്യം കിട്ടിയ ഉടനെ തന്നെ അവരുടെ പാട്ടിന് പോയി കളഞ്ഞു. എന്നാൽ കർത്താവ് ഒരുവനോട് ചോദിച്ചു, നിങ്ങൾ 10 പേരുണ്ടായിരുന്നുവല്ലോ, നീ മാത്രം വന്നുവോ? ബാക്കി 9 പേരെവിടെ? ദൈവം തന്ന സൗഖ്യമാണെങ്കിൽ ആ 9 പേരുടെ മേലിൽ ഒരു അന്വേഷണം ഉണ്ടാകും, ഒരു ചോദ്യമുണ്ടാകും. നീ കൊണ്ടുവരുന്ന ദശാംശം മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ പുകഴ്ചയും മാനവും അത് അംഗീകാരവുമാണെന്ന് വിചാരിക്കരുത്. ബാക്കി വെച്ചിരിക്കുന്ന 9 ഭാഗത്തിന്മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ദൈവം ചോദിക്കും, അതെവിടെ? നീ എങ്ങനെ അത് ചെലവഴിച്ചു?
എങ്ങനെയാണ് നീ അതിനെ കൈകാര്യം ചെയ്തത്? കാരണം അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇല്ലായ്മയിൽ നിന്ന് വാരി വിതറിയ ദരിദ്രന്മാർക്ക് വാരി വിതറിയായ സമൃദ്ധിയുടെ മേൽ ദൈവത്തിൻ്റെ കരസ്പർശവും ദൈവത്തിൻ്റെ നിയന്ത്രണവും അവിടെയെല്ലാം ഉണ്ടായിരിക്കും. അവിടെയും നമുക്കിഷ്ടം പോലെ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുകയില്ല. നവോമി ഇതാ ബെത്ലഹേമിൽ തിരികെ വന്നിരിക്കുന്നു. നവോമിയിൽ ഒരു വാക്കുണ്ട്, ദൈവമാണ് എന്നെ കൊണ്ടുപോയതും കൊണ്ടുവന്നതും. ഞാൻ തന്നെ ചില നന്മകളെ തേടി ഓടി, പക്ഷെങ്കിൽ അത് തോൽവിയായിരുന്നെന്ന് എൻ്റെ ഭർത്താവിന് മനസ്സിലായി. പക്ഷെങ്കിൽ പശ്ചാത്തപിക്കുന്നതിനുള്ളതായ ഒരു സാഹചര്യം അവന് കിട്ടിയില്ല, എന്നാൽ അവൻ്റെ പുത്രന്മാർക്കും കിട്ടിയില്ല. എങ്കിലും ആ ഒരു പശ്ചാത്താപത്തിൻ്റെ സാക്ഷിയായും അനേകരുടെ മുൻപിൽ സാക്ഷിയാകേണ്ടതിന് ദൈവം എന്നെ ഏകയായി വിളിച്ചു. എൻ്റെ കൂടെ എൻ്റെ അഭിപ്രായത്തിന് യോജിക്കുന്ന ഒരു മരുമകളെ എനിക്ക് തന്നു. അവൾ അന്യദേശക്കാരിയാണെങ്കിലും എൻ്റെ വീഴ്ച അവളുടെ അംഗീകാരത്തിന് കാരണമായി. നമ്മുടെ വീഴ്ചകൾ പലപ്പോഴും അനേകരുടെ നന്മയ്ക്കും അനേകരുടെ ഉദ്ധാരണത്തിനും കാരണമാകുന്നുവെന്ന് തിരുവചനത്തിൽ റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ പിന്മാറ്റം, അവൻ സ്വന്തമായതിൽ വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം കൊടുത്ത അധികാരപത്രം, ആ അധികാരപത്രം രൂത്തിന്മേൽ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അന്യദേശക്കാരി അവൾ ബോവസിനോട് ചോദിക്കുകയാണ്, ഞാൻ ഒരു അന്യദേശക്കാരിയായിരിക്കെ, ഇതിനൊന്നും എനിക്ക് യോഗ്യതയില്ലായിരിക്കെ നീ എന്നോട് മനസ്സറിയുവാൻ കാരണമെന്ന്. ബോവസ് അവളോട് മറുപടി പറയാണ്, നിന്റെ പ്രവൃത്തിയും വാക്കും നിന്റെ ചെയ്യുകകളെല്ലാം അതിനെക്കുറിച്ച് ഞാനൊരു സാക്ഷ്യം കേട്ടിരിക്കുന്നു. നീ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയമായിരിക്കുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തെ സമർപ്പിച്ചവളെന്ന് ഞാനൊരു കേൾവി കേട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവം തരുന്നത് മാത്രം ഇനിയും മതിയെന്ന് നവോമിയും രൂത്തും തമ്മിൽ ഒരു വലിയൊരു തീരുമാനത്തിലെത്തി. അവിടെ നിന്ന് ആ തീരുമാനത്തിൽ നിന്ന് ദൈവം അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ മേൽ മുഴുവനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ധരിക്കരുത്. ദൈവം അതെല്ലാം ചോദിച്ചും നിരീക്ഷിച്ചും കൊണ്ടിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷത്തിൻ്റെ പുലരിയെ കാണുവാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ദൈവം ഒഴിച്ചിട്ട് വേണം കർത്താവിനെ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ. ഈ പുതുവർഷത്തിൻ്റെ പുലരിയിൽ നിങ്ങളൊരു അനുഗ്രഹമാണ് കാത്തിരിക്കുന്നതെങ്കിൽ, സമൃദ്ധിയുടെ വർഷമായി കാക്കുന്നുവെങ്കിൽ, നിങ്ങളിൽ ഉള്ളതെല്ലാം ദൈവം അതിനെ എല്ലാം ഓരോന്നായി ഡിവാല്യൂ ചെയ്യും. അതിനുശേഷം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അങ്ങ് ദൂരെ വിശാലതയിൽ അങ്ങ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കും. വിശ്വാസത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കും. ഇല്ലായ്മയിൽ നിന്നെല്ലാം ഉളവാക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ആ പ്രത്യാശ നിന്റെ ജീവിതത്തിൽ കണ്ണുകൾ തുറക്കും. നിന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണു തുറക്കും, നിന്റെ തലമുറയുടെ കണ്ണുകൾ തുറക്കും, നിന്റെ ഭാര്യയുടെ കണ്ണു തുറക്കും. നിന്റെ കുടുംബത്തിൽ അങ്ങനെ ഇതാ ദൈവികത്തിന്റെ വഴികളെ കാണുവാൻ തക്കണം, അത്ഭുതകരമായ പ്രവൃത്തിയെ ധ്യാനിപ്പാനും അതിനെ ഉൾക്കൊള്ളുവാനും തക്കുള്ളതായ കരുത്തായ ഒരു ഹൃദയം നിനക്ക് ദൈവം തരും. അതാണ് ഈ പുതുവർഷത്തിൽ നമുക്ക് വേണ്ടത്. വിശ്വാസത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടണം. കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും നിന്റെ ജീവിതത്തിൽ ഒഴിച്ചിലുകൾ ഉണ്ടായി, ഒഴിഞ്ഞവനായി ദൈവം നിന്നെ മാറ്റി. നിന്റെ ജീവിതത്തിൽ അത് കയ്പായി തീർന്നു ദൈവത്തിന് അറിയാം. പക്ഷെങ്കിൽ ആ കയ്പ് ഒരനുഗ്രഹത്തിന്റെയും മാധുര്യത്തിന്റെയും വഴികാട്ടിയായി നിന്റെ ജീവിതത്തിൽ അവശേഷിക്കുവാൻ പോകുന്നു എന്ന് പിൽക്കാലത്തുള്ളതായ വഴികളും കണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയും നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്നതായ അത്ഭുതകരമായ ചില പ്രവൃത്തികളുടെ തുടക്കം കണ്ട് നിനക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെങ്കിൽ ദൈവം നിന്നോട് ചോദിക്കുന്നു, നിനക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ എങ്ങനെ സാധിക്കും? ദൈവത്തിന്റെ ചോദ്യത്തിന് പലപ്പോഴും നമ്മൾ മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ മിടുക്കെന്നും നമ്മുടെ കഴിവെന്നും സൗന്ദര്യമെന്നും നമ്മുടെ വിദ്യാഭ്യാസമെന്നും ഒക്കെ ഓർത്തുന്നുണ്ട് പലപ്പോഴും പലതിലും നമ്മൾ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശംസ ദൈവത്തിന്റെ സന്നിധിയിൽ വിലപ്പോകുന്നതല്ല. ദൈവം അതിനേക്കാൾ ഉന്നതനാണ്. ദൈവം സർവശക്തനാണ്. ഇല്ലായ്മയിൽ നിന്ന് അവൻ സകലതും സൃഷ്ടിക്കുന്നു. സകലതും നിനക്ക് തരുവാൻ ദാരിദ്ര്യവും സമൃദ്ധിയും നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അതിന് മേൽ നീ എപ്രകാരം അതിനെ കൈകാര്യം ചെയ്യുന്നു, അതിനെ അഭിമുഖീകരിക്കുന്നു എന്ന് സർവശക്തന്റെ ദൃഷ്ടി നിന്റെ മേൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നീ വിശ്വസ്തനെന്ന് കാണത്തക്കവണ്ണം നിന്നെ ദൈവം ഈ കാലങ്ങളിൽ അനുഗ്രഹത്തിന്റെ വഴികൾ തന്നുറങ്ങുന്ന ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിയുന്ന ഒരു ഹൃദയവും കണ്ണുകളും മനസ്സും ആത്മാവും നിനക്ക് തന്ന് നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.